ഇയ്യാ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഞാൻ നിങ്ങൾക്ക് എന്താ ഉണ്ടാക്കി തരാൻ പോകണ അറിയോ? ഒരു മത്തി വറ്റിച്ചതാണ്. ഭൂമിക്ക് ഇഷ്ടമുണ്ടോ? മത്തി വറ്റിച്ചത് ഇഷ്ടമുണ്ടോ? ഇല്ലേ? അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയ മത്തി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 8-10 വെളുത്തുള്ളി അല്ലി, കറിവേപ്പില, ടൊമാറ്റോ, ഒരു 2 ടൊമാറ്റോ ആണ്, ചെറിയുള്ളി, ഒരു 12 ചെറിയുള്ളി, 2 മീഡിയം സൈസിലുള്ള സവാള, കുറച്ച് വലിയ പീസാക്കിയതാണ്, പുളി, ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വേണ്ട ഉപ്പ്, കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്, മുളക് പൊടി. ഇനി ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഉണക്കനെല്ലിക്ക നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ഇത് നമ്മൾ നല്ല മറ്റുള്ള ചേരുവകളുടെ കൂട്ടത്തിലിട്ടിട്ട് ഫൈനായിട്ട് അടിച്ചെടുക്കുക വേണ്ടത്. പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. അപ്പൊ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചേരുവകളൊന്ന് ഇട്ട് കൊടുക്കണം. എന്താ ഉണ്ടാക്കാൻ പോണേ? മീൻ ജ്യൂസോ? അപ്പൊ റൂമി നമുക്ക് മീൻ ജ്യൂസ് ഉണ്ടാക്കിയാലോ? മീൻ ജ്യൂസ് ഇഷ്ടമല്ലോ? റൂമി കുടിക്കുവോ? എന്താ ഉണ്ടാക്കല്ലേ? സ്റ്റാർട്ട് ചെയ്തേ. അപ്പൊ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, സവാള, തക്കാളി, ഇതെല്ലാം നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ നെല്ലിക്ക ഇല്ലേ, കുതിർത്ത് വെച്ച് നെല്ലിക്ക, ഇതും കൂടി ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കാം. മൺചട്ടിയിലാണ് മീൻ വറ്റിക്കാൻ പോണത് കേട്ടോ. മൺചട്ടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണല്ലോ, അതുകൊണ്ടാണ് മൺചട്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് ഇതിക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂണാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരച്ചെടുത്ത അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായത് കാരണം പെട്ടെന്ന് തന്നെ ഈ അരപ്പൊക്കെ തിളച്ച് കിട്ടും. ഫ്ലെയിം സിമ്മിലാക്കി കൊടുക്കണേ. അപ്പൊ ഇത് നമുക്കൊരു 1-2 മിനിറ്റ് ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാം. പുളി കൂടുതൽ ആവശ്യമുള്ളവർ കുറച്ചുകൂടിയൊക്കെ എടുക്കുക. ഇവിടെ എനിക്ക് പുളി നല്ല ഇഷ്ടമാണ്, പക്ഷെ ബാക്കിയുള്ളവർക്കൊന്നും അത്ര ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഈ ഒരു അളവിലെടുത്തത്. അപ്പൊ ഫ്ലെയിം എപ്പോഴും സിമ്മിലാക്കുക, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു കൂട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, ഇതാണ് നമ്മളെ ഹെൽത്തിനൊക്കെ നല്ലത്. നമ്മളെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് കല്ലുപ്പ് നല്ലതാണെന്നൊക്കെയാണ് പറയാറുള്ളത്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, ഒരു ടീസ്പൂൺ കേട്ടോ.
ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഒരു 2 ടീസ്പൂൺ ചേർക്കണം. നന്നായിട്ട് എരിവ് വേണമെന്നുള്ളവര് കുറച്ചുകൂടിയൊക്കെ ചേർക്കാട്ടോ. കുട്ടികൾക്കൊക്കെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം കുറച്ച് ചേർത്തത്. ഇനി കുറച്ച് മുളക് പൊടി, വളരെ കുറച്ചാട്ടോ ചേർക്കുന്നുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ ആണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അപ്പോൾ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. മീൻ ഇതിലേക്ക് ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ ഉപ്പും പുളിയൊക്കെ നമുക്ക് കറക്റ്റ് ആണെന്ന് നോക്കാം കേട്ടോ. ഈ ഒരു അടുപ്പാണ് ഞാനിത് മൂടി വെക്കാൻ വേണ്ടി യൂസ് ചെയ്യണേ. ഇത് തിരിച്ചിട്ടാണ് മൂടി വെക്കുക. ഇതിലേക്ക് കനൽ കോരി ഇടാനുള്ളതാണ്. 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ കൂടി മേലെ തൂവി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കനൽ കോരിയിട്ടിട്ടുള്ള അടുപ്പ് കൊണ്ട് ഇതൊന്ന് അടിച്ചു കൊടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഒരു 20 മിനിറ്റ് നമുക്ക് ഇത് ഇങ്ങനെ തന്നെ വെക്കാം. ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇനി തുറന്നു നോക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അത് നമുക്ക് തുറന്നു നോക്കാം. ചൂടുണ്ടേ. ഓക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാല്ലേ. നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെല്ലിക്കൊക്കെ അരച്ചുണ്ടാക്കിയത് കാരണം ഇത് നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ മീൻ വറ്റിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.